ഇപ്പോ ഇപ്പോ ഒന്നാമത് ഈ 16, 17 ലോക്സഭകളിലെ ഒന്നും അവസ്ഥയല്ലപ്പെടുന്ന അങ്ങേക്ക് അറിയാമല്ലോ. 18ാം ലോക്സഭ അല്ലെങ്കിൽ 18ാമത്തെ പാർലമെന്റ് വന്നപ്പോ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം അത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്? ഒരു കാര്യം. രണ്ട്, ഈ നമ്മുടെ കൊട്ടിഘോഷിച്ച 5000 കോടിയുടെ അംബാനി കല്യാണം, ആ കല്യാണത്തിൽ പങ്കെടുക്കാതിരുന്ന VIP-കളിൽ അല്ലെങ്കിൽ VVIP-കളിൽ ഒരാൾ അല്ലെങ്കിൽ 2-3 പേർ, അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെയാണ്. അതിനെ കുറിച്ചുകൂടി അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഞാൻ ഫിറോസ്, ഞാൻ രാഷ്ട്രീയം ഇങ്ങനെ കാണുന്നയാളല്ല. ഞാൻ വർക്കിംഗ് ക്ലാസ് രാഷ്ട്രീയം പറയൂ, തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയം പറയുക. നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തൊരു പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്ത് മതവും ആളുകളുടെ സ്വത്തും ആളുകളുടെ ആസ്തിയും. നിങ്ങൾക്കറിയാം, ഈ ബ്രിട്ടനിൽ നടന്ന ഇലക്ഷനിൽ ഞാനാ ഡിക്ലെയർ ചെയ്ത കേംബ്രിൽ സ്ഥാനാർത്ഥി. ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഴുവൻ ഇവിടുത്തെ ഹൗസിംഗ്, ഇവിടുത്തെ നേഴ്സിംഗ്, ഇവിടുത്തെ ഹോസ്പിറ്റൽ, ഇവിടുത്തെ പൊതുജനങ്ങളുടെ പ്രശ്നമാണ്. നമുക്ക് ഇനിയെങ്കിലും നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരോട് തന്നെ ഉള്ള എന്റെ പ്ലീഡാണ്, ലെറ്റ് us talk the politics of the country. നമുക്ക് ഈ അവര് കല്യാണം കൂടാൻ പോയി, ഇവര് കല്യാണത്തിന് പോയില്ല. Come on man, move on. We are more than mature enough to talk the politics. എനിക്ക് ഇതിനെപ്പറ്റി, എന്റെ പൊന്നു സുഹൃത്തെ, അദാനിയുടെ മക്കളുടെ കല്യാണത്തെ പറ്റി എന്ന് പറയാൻ എനിക്ക് നേരെയില്ല. രാഷ്ട്രീയം പറയാണ്ടോ? ഐ ആം റെഡി. സോറി ടു സേ. അല്ല, ഞാൻ പറഞ്ഞു വന്നതിൽ രാഷ്ട്രീയം തന്നെയാണ്. അതായത് അങ്ങേക്കറിയാവുന്ന പോലെ അങ്ങേക്കറിയാവുന്ന പോലെ കോടികൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് ഇപ്പോ സ്വാഭാവികമായും സ്വാതന്ത്ര്യം ഉണ്ടാവാം. അങ്ങേക്കും എനിക്കും നമ്മുടെയൊക്കെ മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ പെങ്ങന്മാരുടെയോ ഒക്കെ കല്യാണം എങ്ങനെ നടത്തണമെന്ന്. പക്ഷേ അങ്ങനെ ഒരു കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു ഇവന്റിൽ നമ്മള് ഇല്ല, മറ്റേ പൃഥ്വിരാജ് ഈ പരസ്യത്തിൽ പറയാറുണ്ട്, ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളുടെ കാലം. അങ്ങനെ വലിയ, ഇപ്പൊ ലോകം തന്നെ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളിൽ ഒന്നിൽ പങ്കെടുക്കാതിരുന്നത് പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ ശ്രീ വൈദ്യുതിയിട്ടാൽ? രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും കാണാൻ, രാഹുൽ ഗാന്ധിയിൽ ഇപ്പൊ ഉള്ള ക്ലാരിറ്റി നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന വിശ്വസിക്കുന്നതാണ്. രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ പണ്ട് പല പേരുകളിലും വിളിച്ചു, പണ്ട് പിണറായി വിജയൻ പറഞ്ഞില്ലേ പണ്ട് വിളിച്ച പേര്, അത് രാഹുൽ ഗാന്ധി അവിടെ നിന്നൊക്കെ. ഞാൻ രാഹുൽ ഗാന്ധിയുടെ ഒരു ദിവസം മുഴുവൻ രാജസ്ഥാനിൽ ജോഡോ യാത്രയിൽ പോയതാണ്. രാഹുൽ ഗാന്ധി പറയുന്ന രാഷ്ട്രീയം ഈ കല്യാണ വീട്ടിലെ രാഷ്ട്രീയമൊന്നുമല്ല. അയാൾ പറയുന്നത് ഇപ്പൊ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. അത്രയ്ക്ക് കൃത്യമായ പൊളിറ്റിക്കൽ കൺവിക്ഷൻ ഉണ്ട് രാഹുലിന്. ഇപ്പോ നമ്മൾ ചുമ്മാ ഈ പുള്ളി കല്യാണ വീട്ടിൽ പോകാത്ത എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്ത്യക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിവീൽ ചെയ്തത്. രാഹുലിന്റെ രാഷ്ട്രീയം തൊഴിലാളി, ഇത് ശരിക്കും ഇതൊരു പ്രോസസ്സാണ്. നെഹ്റു ഈ കേംബ്രിഡ്ജ്, ഞാൻ ഇരിക്കുന്ന തൊട്ടപ്പുറത്ത് ഈ യൂണിവേഴ്സിറ്റിയിൽ മജ്ലിസ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ പോയിരിക്കുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ അങ്ങോട്ട് ഫൈൻ കൊടുക്കണം. നെഹ്റുവിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഞാൻ എല്ലാ പരിപാടിയിലും പോകുമായിരുന്നു, എല്ലാ ദിവസവും കൃത്യമായി എല്ലാ പരിപാടിയിലും ഞാൻ പോകുമായിരുന്നു, എല്ലാ ദിവസവും കൃത്യമായി ഞാൻ ഫൈൻ കൊടുക്കുമായിരുന്നു, കാരണം എനിക്ക് പറയാൻ നാണമായിരുന്നു. ഇത് നെഹ്റു തന്നെ എഴുതിയിരിക്കുന്നതാണ്. ഈ നെഹ്റു ആണ് നമ്മുടെ UP-യിലെ കർഷക മൂവ്മെന്റിലൂടെ നമ്മൾ പിന്നെ കാണുന്ന നെഹ്റു വേറൊരു നെഹ്റുവാണ്. അവിടുന്നാണ് നെഹ്റുവിന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ ജേർണി. രാഹുൽ ഈ ജോഡോ യാത്രയോടുകൂടി ജനങ്ങളുടെ ഇടയിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ നടക്കുമ്പോൾ രാജസ്ഥാനിൽ നടക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നിന്ന് കുറെ പിള്ളേർ പറയാണ് ഐ ലവ് യു രാഹുൽ ഗാന്ധി, ഐ ലവ് യു എന്ന് പറയാണ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞാൽ നിർത്തിയിട്ട് പുള്ളി അവരോട് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ അവരെ നോക്കിയിട്ട് വളരെ ദുഃഖത്തോടെ എന്നെ നോക്കുകയാണ്. അവരെ നോക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ അവർ കാലെ ചെരുപ്പില്ല, കാലെ മുണ്ടില്ല, പ്രോപ്പറായ ക്ലോത്ത്സ് ഇല്ല. അപ്പൊ ഇത് പുള്ളിയുടെ മനസ്സിലുണ്ടാക്കുന്ന ആ വികാരം ഞാൻ അപ്പൊ തന്നെ പുള്ളി അടുത്തിരുന്നു 1 to 1. എന്റെ ഇപ്പുറത്ത് സജിൻ, നമ്മുടെ പൈലറ്റ്, നടുക്ക് ഞാൻ, ഇപ്പുറത്ത് രാഹുൽ, അതിന്റെ അപ്പുറത്ത് KC. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൂടെ നടന്നു പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ വിളിക്കുന്ന ആള് പറയുമ്പോൾ ആ ആളിനോട് പുള്ളി ഇന്ററാക്ട് ചെയ്തേച്ച് പുള്ളി നമ്മളോട് പിന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരനുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് വളരെ വ്യക്തമാണ്. അത് കൃത്യമായ ആ രാഷ്ട്രീയം പുള്ളിക്ക് മനസ്സിലായി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ കല്യാണ വീട്ടിലെ ചർച്ചയ്ക്കൊന്നും അതിനെ കമ്പയർ പോലും ചെയ്യരുത്.